അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം 11-12 വാക്യം. കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ ചേരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളു, പോയി വരുവിനെന്ന് പറഞ്ഞു. നമ്മുടെ വായിച്ചതെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം 11-12 വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് വായിക്കുമ്പോൾ തന്നെ ഒരു കാവൽക്കാരനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. കാവൽക്കാരോട് പറയുന്നത് രാത്രി എന്താണെന്ന് ചോദിക്കുന്നത് കാവൽക്കാരനെ കുറിച്ച്. അതിൻ്റെ ഇടയിൽ അതായത് കാവൽക്കാരനെന്ന് പറയുമ്പോൾ കാവൽക്കാരൻ്റെ ഒരു ഉത്തരവാദിത്വം ഉറങ്ങാതെ തന്നിൽ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം നിറവടിയായി ചെയ്യുക എന്നതാണ് ഒരു കാവൽക്കാരൻ്റെതായ ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത്, തൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ലാത്ത ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണ് ഈ കാവൽക്കാരനെന്ന് പറയുന്നത്. തൻ്റെ യജമാനൻ്റെ സ്വത്തുക്കൾക്കും ജീവനും എല്ലാം തനിക്കുള്ളത്, അതായത് യജമാനൻ ഉള്ളതിലെല്ലാം സംരക്ഷണ ചെയ്യുന്നതാണ് ഈ കാവൽക്കാരൻ്റെതായ പ്രധാന ഒരു കൊടുത്തിരിക്കുന്ന ജോലി ദൗത്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. കാരണം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറപടിയായിട്ട് ചെയ്യണം. എന്തൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമെന്ന് പറയുന്നത് അവിടെ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നാശത്തെക്കുറിച്ച് ദൈവം യെശയ്യാവിനോട് കൊടുത്തതായ ഒരു പ്രവചനം അവിടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ് ഒരു കാവൽക്കാരനെ ആക്കുവാൻ വേണ്ടി അവിടെ പറയുകയാണ്. എന്തിനാണ് അവിടെ ആക്കുന്നത്? അവിടെ ആ പതനത്തിൽ നിന്ന് ഒരു രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി, അത് അവിടെ എന്താണ് പതനത്തിന് വേണ്ടി ശത്രു ചെയ്യുന്നത് കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കാവൽക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യെശയ്യാവിനോട് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കാവൽക്കാരനെ അത് യെശയ്യാ പ്രവചനം അവിടെ ഒരു കാവൽക്കാരനെ ആക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആ കാവൽക്കാരനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാവൽക്കാര രാത്രി എന്തായി? കാവൽക്കാര രാത്രി. അപ്പോൾ ആ കാവൽക്കാരൻ അവിടെ കൃത്യതയോട് തൻ്റെ ഉത്തരവാദിത്വം അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആ കാവൽക്കാരനോട് ചോദിക്കുകയാണ് രാത്രി എന്താണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു അവിടെ ഉത്തരം പറയുകയാണ്. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 4 ആഴ്ച മുമ്പ് ജോസ്റ്റാൻ ഇതിനെക്കുറിച്ച് ഒരു കാവൽക്കാരൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളും ദൈവം എന്ത് ചെയ്തു ഓരോന്നിനും കാവൽക്കാരാക്കി, ചിലപ്പോൾ സഭയുടേതാകാം, വ്യക്തി ജീവിതങ്ങളുടേതാകാം, ഒരു രാജ്യത്തിൻ്റെതാകാം, പലതിൻ്റെ കാവൽക്കാരനാക്കി നമ്മൾ ദൈവം എന്ത് ചെയ്ത് ഓരോരുത്തരും ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം ദിവസത്തിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കർത്തവ്യങ്ങൾ നിറപടിയായിട്ട് ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ കാവൽക്കാരൻ എന്ത് ചെയ്ത് കാവൽക്കാരൻ്റെ ദൗത്യം എന്ത് ചെയ്ത് കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കൊരു മാതൃകയാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ, അത് അന്നിവിടെ വായിച്ചൊരു വാക്യമാണ് യെശയ്യാ പ്രവാചകൻ 62 അധ്യായം അതിൻ്റെ 6-7 വാക്യം. അതൊന്ന് വായിക്കാം. ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാമോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പറയുന്നത് അവിടെ യെരൂശലേമിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടി ഒരു കാവൽക്കാരനെ ആക്കിയിരിക്കുകയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആ കാവൽക്കാരൻ രാവോ പകലോ ഇല്ലാതെ എന്ത് ചെയ്ത് ഒരിക്കലും മിണ്ടാതിരിക്കാതെ എന്ത് ചെയ്ത് യെരൂശലേമെ ഞാൻ അതിന് കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി. അവിടെ പറയണം രാവോ പകലോ എന്ത് ചെയ്തില്ല, അവർ മിണ്ടാതെ ഇരിക്കുന്നില്ല. എന്നിട്ട് അവിടെ പറയണേ യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കരുത്. എന്താണ് ഈ സ്വസ്ഥത ഇല്ലായ്മ, അസ്വസ്ഥത എന്ന് പറയുന്നത്? നമുക്ക് ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യബോധം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യകതയുണ്ടെങ്കിൽ അത് നടക്കണം എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് നടക്കുന്നത് വരെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ആവലാതി, ഒരു അങ്കലാപ്പ, ആ ഒരു ആവലാതി, അതാണ് ഈ സ്വസ്ഥത ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് യെരൂശലേമെ ഞാൻ അതിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ
സ്വസ്ഥമായിരിക്കരുത്. ഇവിടെ പറയണത് അപ്പം ഈ സ്വസ്ഥതയില്ലായ്മയെക്കുറിച്ച് എന്ത് ചെയ്താൽ അവിടെ പറയണം. അപ്പം ദൈവം നമ്മെ എന്ത് ചെയ്യുക, ഒരു കുടുംബത്തിൻ്റെയോ വ്യക്തിയുടെയോ പലതിൻ്റെയും നമ്മളെന്ത് കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കാവൽക്കാരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വസ്ഥതയില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മളൊരു വിഷയത്തിന് ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതക്കേട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വസ്ഥത, നമ്മുടെ സ്വസ്ഥമായി ഇരിക്കരുത്. അതായത് നമ്മുടെ ആ ഉത്തരവാദിത്വത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ചെയ്ത് തീർക്കുന്നിടം വരെ എന്ത് ചെയ്യില്ല, നമ്മൾ സ്വസ്ഥമായിരിക്കും. അപ്പം ചില വിഷയങ്ങൾ, അതായത് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദിവസത്തിൻ്റെ വർഷങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു ചോദ്യം ഉയരാറുണ്ട്, ഞാൻ ഇനി എത്ര നാൾ പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് എനിക്കൊരു മറുപടി വരുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ അതിൻ്റെ അടുത്ത വാക്യത്തെ കാണാൻ കഴിയുകയാണ്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവനെന്ത് ചെയ്ത് സ്വസ്ഥത കൊടുക്കരുത്. അപ്പം നമ്മൾ ചില വിഷയങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളത് കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനിയും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇവിടെ പറയാണ് നമ്മളെന്ത് സ്വസ്ഥത കൊടുക്കരുത്. അതൊരു പ്രശംസാ വിഷയം. നമ്മുടെ പ്രശംസ എന്തുവാ, ഇപ്പോൾ നമുക്ക് ഒരു വീട് ലഭിച്ചു, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്വത്തുകൾ ലഭിച്ചു, നമ്മുടെ കടഭാരം മാറി, അതൊന്നുമല്ല നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത്. നമ്മുടെ പ്രശംസ എവിടെയാണ്? ക്രിസ്തുവിലാണ്. ആ ക്രൂശിലാണ് നമ്മുടെ പ്രശംസ. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ചിലപ്പം യേശുവിനെ കുറിച്ച് അറിഞ്ഞ വ്യക്തിയായിരിക്കാം, അറിയാത്ത വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് ഭൗതികമായ നന്മകൾ, പക്ഷേ നമ്മൾ പ്രശംസിക്കുന്ന, നമുക്ക് സ്വസ്ഥത ലഭിക്കുന്ന എപ്പോഴാണ്? അവരെന്ത് യേശുവിനെ അറിയുമ്പോൾ, നമ്മൾ അറിഞ്ഞതായ, നമ്മൾ രുചിച്ചറിഞ്ഞതായ യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു പ്രശംസ ഉണ്ടാണ്. അതാണ് അവിടെ പറയുന്നത്. അവിടെ പ്രശംസാ വിഷയം, എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ആ പ്രശംസാ വിഷയം ആകുവോളം നാം എന്ത് ചെയ്യണം, സ്വസ്ഥത കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മുടെ കാവൽക്കാരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു വ്യക്തികളുടെ രക്ഷ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ വിടുതൽ നമ്മൾ ഇടിവിൽ നിന്ന് ഓരോ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ഭവനത്തിലായിരിക്കും, നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്കായിരിക്കും, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമ്മൾ കൂട്ടിനായി തന്നവർക്കായിരിക്കും, നമ്മുടെ മക്കൾക്ക്, ഇവിടെയൊക്കെ കാവൽക്കാരാക്കി ഇടാൻ നമ്മൾ ദൈവം എന്ത് ചെയ്ത് ഓരോരുത്തരെയും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പം നമ്മൾ അതിനൊരു പ്രശംസാ വിഷയം, ഭൂമിയിൽ ഒരു പ്രശംസാ വിഷയം, അതിനെ എന്ത് ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തുള്ളൂ, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം എന്ത് ചെയ്താൽ നമ്മൾ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭവനം ലഭിച്ചു, അല്ലെങ്കിൽ നമുക്ക് സ്വത്തുകൾ ലഭിച്ചു, ആ സമയത്ത് നമ്മളെല്ലാവരും പ്രശംസിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു പ്രശംസാ വിഷയം തന്നെ ആയിരിക്കും. കാരണം മറ്റുള്ളവർ പറയും ഇവൻ എങ്ങനെ ജീവിച്ചതാ, പക്ഷെ ഇപ്പം എന്താ അവനെന്ത് ചെയ്ത് അവനെന്ത് ചെയ്തു, ഇപ്പം ദേവസ്ഥനെ നിൽക്കുന്നു, അവൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം. നമ്മൾ ക്രിസ്തുവിനെ അടുത്തുകൊണ്ട് നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവന് ആകമാനം, അതായത് എല്ലാ കാര്യങ്ങളും ഒരു വ്യത്യാസമുണ്ട്, ഒരു മാറ്റം ഉണ്ടാകാൻ ഇടയെത്തിയും. അപ്പോൾ അതുപോലെ ഒരു പ്രശംസാ വിഷയം ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രശംസിക്കണം. ഇവിടെ 1 കൊരിന്ത്യർ 1:31 നമുക്ക് വായിക്കാം. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത് തന്നെ. ഗലാത്യർ 6:14 കൂടെ. എനിക്കോ നമ്മുടെ കർത്താവായ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്ക്, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ക്രൂശിലല്ല നമുക്ക് പ്രശംസിപ്പാൻ ഇടവരുത്. പലപ്പോഴും നമ്മുടെ ദേവദാസനോട് കേൾപ്പാടെ തുറന്ന് നമ്മൾ ഒരിക്കുന്നത് സൃഷ്ടിയല്ല, സൃഷ്ടാവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബഹുമാനിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൃഷ്ടിയേക്കാൾ ഒരിക്കലും സൃഷ്ടാവിനേക്കാൾ ഒരിക്കലും സ്ഥാനം നമ്മൾ ഇവിടെ കൊടുക്കരുത്, സൃഷ്ടിക്ക് കൊടുക്കരുതെന്ന് നമുക്ക് പല പ്രാവശ്യങ്ങൾ നമ്മൾ കേൾപ്പാണ്ടത്. അപ്പോൾ ഇവിടെ പറയാം നമ്മുടെ പ്രശംസ ക്രൂശിലാണ്. അതുപോലെ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മൾ ആരുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ അവരുടെ പ്രശംസ ഇവിടെ ക്രൂശിലായിരിക്കണം. അല്ലെങ്കിൽ ലോകത്ത് കാണുന്നതിൽ സാമ്പത്തികം ലഭിച്ചെന്ന് പറഞ്ഞാൽ, കടഭാരം മാറിയെന്ന് പറഞ്ഞാൽ, ഭവനം ലഭിച്ചു, അതിലെല്ലാം അവർ പ്രശംസിക്കേണ്ട. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം, അവരെന്ത് ചെയ്യണം, ക്രൂശിൽ പ്രശംസിക്കണമെന്നാണ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രശംസ എപ്പോഴാണ് ഒരു വ്യക്തി പ്രശംസാ വിഷയമാക്കുന്നത്, അവരനുഭവിച്ചതായ യേശുവിനെ കുറിച്ച്, അതായത് യേശു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതായ ആ ഒരു ബോധ്യം, ആ ഒരു ഏറ്റുപറച്ച് അവിടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഒരു രൂപാന്തരം അവിടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു പ്രശംസ, ആ വ്യക്തി ഒരു പ്രശംസാ വിഷയമായിട്ട് അവിടെ മാറുവാൻ ഇടയായിത്തീരുന്നത്. അപ്പം
അവിടെ നമുക്ക് കാണുന്നത്. അപ്പം നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്യും? ദൈവം നമ്മൾ എന്ത് ചെയ്യണം? ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പലപ്പോഴും ഞാൻ എൻ്റെ സമയങ്ങൾ ഒത്തിരി ഞാൻ വൃതാവാക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോസ്റ്റാൻ ആ മെസ്സേജ് പറഞ്ഞതിന് കുറച്ച് മുമ്പ് ജോസ്റ്റാൻ ആ മെസ്സേജ് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ പറയേണ്ടതുള്ളൂ, ഞാൻ ദൈവം എന്നോട് ഒരു കാര്യമാണ്, അപ്പോൾ ഞാനിത് മെസ്സേജായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണെന്ന് ഞാനിങ്ങനെ ജോസ്റ്റാനോട് പറയേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു ആ സമയത്തൊക്കെ ദൈവനോട് ഇടപെട്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പലതിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മളാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഉത്തരവാദിത്വം നമുക്ക് ഫുൾഫില്ല് ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കാനിടയായി തീരും. അപ്പോൾ നമുക്ക് അതായത് ആ ഉത്തരവാദിത്വം നാം കൃത്യമായി ചെയ്യുമ്പോൾ ഒരു മറുപടിയാണ് ഒരു വ്യക്തിയുടെ രക്ഷ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ രക്ഷ, ഒരു വ്യക്തിയുടെ വിടുതൽ, അല്ലെങ്കിൽ ദേശത്തിൻ്റെ വിടുതൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം, അതായത് ഇപ്പം നമ്മളൊരു വ്യക്തിയായിട്ട് പ്രാർത്ഥിച്ചു, തീർച്ചയായും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണെന്നറിയോ? ഒരിക്കലും ആ ഒരു പ്രാർത്ഥന വിഫലമായി പോവുകയില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ദൈവം ഇടപെടുവാനിടതറിയും. ഇപ്പോൾ ശൗലിനെ പൗലോസാക്കിയ ദൈവം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താ? അവരോട് ഇടപെടുന്നത്. പൗലോസ് എന്താ ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പല പ്രാർത്ഥനയും അവൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അനേകരുടെ രക്ഷയ്ക്ക് ഒരു കാരണമായി തീർന്നു. അപ്പം നമ്മളിവിടെ കാണാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് നമ്മളൊരു സ്വസ്ഥത കൊടുക്കരുത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലജ്ജ കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ചിലപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുന്നതിന് കുറേ നാളായിട്ട് ഞാൻ ഈ വിഷയങ്ങൾ തന്നെ പറയുകയാണ്. അപ്പം നമുക്ക് തന്നെ ഒരു തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് ദൈവജനത്തിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 5 മുതൽ 8 വാക്യങ്ങൾ, അതിൽ 18-ന്റെ 5 അതിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഒന്ന്, നമുക്ക് കൂട്ടുകാരൻ്റെ അടുക്കൽ അർദ്ധരാത്രിയിൽ പോയ ആ ഒരു ചരിത്രം, അത് ലൂക്കോസ് 11-ന്റെ 5 മുതൽ 8 വരെ നമുക്കൊന്ന് വായിക്കാം. അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പി കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൽ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാ ആ കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നത്? ലജ്ജ കൂടാതെ മുട്ടും. ആദ്യം പല ഒഴിവുകഴികൾ പറഞ്ഞു, പക്ഷെ അവിടെ നിന്നും പിന്മാറിപ്പോയില്ല. ലജ്ജ കൂടെ ആ ഒരു സാഹചര്യം അവരെ ഞങ്ങളോട് കിടക്കുന്നത് പറഞ്ഞു, എല്ലാ ഒഴിവുകഴിവും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ലജ്ജ കൂടാതെ അവിടെ നിന്ന് മുട്ടാനിടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളൊരു കാവൽക്കാരനാക്കിയിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മനസ്സ് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ്. കാരണം നമ്മൾ ലജ്ജ കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി ജാഗരിക്കുമ്പോൾ, ഒരു പ്രാർത്ഥിക്കുമ്പോൾ, ഇടിവിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു മനസ്സ് നമുക്ക് നമ്മൾ ലജ്ജ കൂടാതെ മുട്ടണം. അതുപോലെ തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? അതായത് അതിൻ്റെ 18-ന്റെ 5 നമുക്ക് കാണാൻ കഴിയുന്നു ആ ഒരു സ്ത്രീയുടെ കാര്യത്തെക്കുറിച്ച്. വിധവയായ ഒരു സ്ത്രീ അതെന്ത് ചെയ്ത് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴും അവിടെ പറയുകയാണ്, ഞാൻ അവിടെ എന്ത് ചെയ്തു? പ്രതിക്രിയ നടത്തി രക്ഷിക്കുക. കാരണം ആ ഒരു സ്വസ്ഥത കൊടുക്കുക, അതായത് ഒരു അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും നമ്മുടെ അപ്പനെന്ന് പറയുന്നത് എന്താ? നമ്മൾ അസഹ്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മളെ കൈവിടുന്ന ദൈവമല്ല, നമ്മൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ലജ്ജ കൂടാതെ മുട്ടുമ്പോഴത് നമ്മൾ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലജ്ജ കൂടാതെ മുട്ടില്ല ചോദിക്കുമ്പോൾ അതവർ നടത്തി തരാനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറയണത്, ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ആ വിധവയുടെ കാര്യത്തിലൂടെ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ആവശ്യബോധം നമുക്കുണ്ടെങ്കിൽ, അപ്പം നമുക്ക് ആ ഒരു ആവശ്യബോധം നമുക്കുണ്ടെങ്കിൽ ദൈവം തീർച്ചയായും ചെയ്യും അതിൻ്റെ മധ്യ പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. നമ്മൾ അപേക്ഷിക്കുന്ന ഒരാളെ ഒരിക്കലും എന്നില്ല ഉപേക്ഷിക്കുന്ന ദൈവമല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പം നമ്മെ ദൈവമാക്കി. അതുപോലെ തന്നെ യെഹെസ്കേൽ 22:30 നമുക്കൊന്ന് വായിക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലാതാനും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടിവിൽ നിൽപ്പാൻ വേണ്ടി എന്ത് ചെയ്ത് അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ട ഒരു പുരുഷനെ ഞാൻ അവിടെ ഈ മതിൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയാകുന്ന മതിലാണ്. എനിക്ക് മനസ്സിലായി, പ്രാർത്ഥനയാകുന്ന മതിലാണ്. അപ്പം നമ്മൾ ഒരു ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ പറയാണ്, മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ട ഒരു പുരുഷനെ ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പം നമ്മെ ഓരോരുത്തരെയും ദൈവം കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയാകുന്ന മതിൽ കെട്ടി നാം പലർക്കും വേണ്ടി ഇടിവിൽ നിൽക്കാൻ, പലർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്ത് ചെയ്ത് ദൈവം നമ്മെ, കാരണം നഷ്ടപ്പെട്ടു പോകുന്ന
അനേക വ്യക്തികളുണ്ട്. ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്നവർ അറിയാത്തവർ അനേകരുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വ്യക്തി ജീവിതം നമ്മുടെ കൂടെയുള്ള വിശ്വാസികൾ, അതായത് കൂട്ട് സഹോദരനെ കൊണ്ട് പ്രാർത്ഥിപ്പാൻ പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ദൈവത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായും ദൈവം എന്ത് ചെയ്യുക, അത്ഭുതം പ്രവർത്തിക്കാണ്ട് ഇടപഴകി മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ അന്വേഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ ദൈവം എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വ്യക്തി ജീവിതങ്ങൾ അന്വേഷിക്കും. അപ്പം നമ്മൾ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, എന്നോട് ഇടപെട്ടൊരു കാര്യം കേട്ടോ, ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും ദൈവത്തിന് എന്ത് ചെയ്യുക, അവിടെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ദിവസം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതായ കുറച്ച് വ്യക്തികളെ കാണാം. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി, ഇസ്രായേൽ ജനം പിറകുറത്ത് പല പാപം ചെയ്തു. പക്ഷേ എന്നാലും എന്ത് ചെയ്തു, ആ മോശ എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു, ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ അവിടെ ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാനായിട്ട് എന്ത് ചെയ്തു, അവിടെ സഹായിച്ചു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം ആർക്ക് വേണ്ടി ഇടുന്നു, ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്നു. അവിടെ നമുക്ക് കാണുന്നത് ലോത്ത് ആ ദേശത്തിന് വേണ്ടി എന്ത് ചെയ്തു, അബ്രഹാം യാചിക്കുകയാണ്, ഇത്ര പേരുണ്ടെങ്കിൽ നശിപ്പിക്കുക, അല്ലെ അതുപോലെ കുറച്ച് 10 പേരുടെ വരെ വന്നു. പക്ഷെ എന്നാലും അവിടെ എന്ത് ചെയ്തു, അവിടെ ലോത്തിന്റെ ദൈവം രക്ഷിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ അബ്രഹാമിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ലോത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ആയിരുന്ന ആളെ, ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച് ദൈവത്തെ എല്ലാം അറിയുന്ന ആളാണ് എന്ന് അബ്രഹാമിന് എന്ത് ചെയ്തു, ചിന്തിക്കാമായിരുന്നു. പക്ഷെ അബ്രഹാം അവിടെ ചിന്തിച്ചില്ല. അബ്രഹാം എന്ത് ചെയ്തു, ലോത്തിന് വേണ്ടി എന്ത് ചെയ്തു, അവിടെ ഇടിവിൽ നിന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ഇസ്രായേലിന് വേണ്ടി മോശ ഇടിവിൽ നിന്നത്, അത് നമുക്ക് 2 വാക്യം വായിക്കാം. പുറപ്പാട് 33:17. യഹോവ മോശെയോട്, നീ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുമോ എന്ന് അരുളി ചെയ്തു. മതി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മോശ അപേക്ഷിച്ച കാര്യം ദൈവം അവിടെ ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ വായിക്കാം, സങ്കീർത്തനം 106:23 നമുക്ക് കാണാൻ കഴിയുന്നു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിക്കാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയായിരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, മോശ എന്ത് ചെയ്തു, അവിടെ ഇടിവിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പലരുടെ നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പലരുടെയും എന്ത് ചെയ്ത് രക്ഷയ്ക്ക് അതൊരു കാരണമായി തീരും, വിടുതലിന് കാരണമായി തീരും. ഇതുപോലെ തന്നെ അബ്രഹാം ഇവിടെ ഇടിവിൽ നിന്നത് ലോകത്തിന് വേണ്ടി അവർ എന്ത് ചെയ്ത് രക്ഷിക്കാനായിട്ട് തീർന്നു. അതുപോലെ വിലാപങ്ങൾ ബാക്കി വെച്ചിട്ട് കൂടുതൽ, വിലാപങ്ങൾ 2:18-19. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോല കണ്ണുനീരൊഴുക്കും. അവരുടെ ഹൃദയം കർത്താവോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസിൽ പരുക. ഭീതിയുടെ തലക്കിലും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് അവങ്കിലേക്ക് കൈമലർത്തുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വസ്ഥത കൊടുക്കരുത്. അപ്പോൾ അതുപോലെ അതായത് നാം പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറയാം. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ എന്ത് ചെയ്ത് സ്വസ്ഥ രാത്രിയിൽ യാമാരംഭത്തിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മളെന്ത് ചെയ്ത് ഈ പ്രാർത്ഥനയാകുന്ന മതിൽ പലരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പം നമ്മളെന്ത് ചെയ്ത് പലർക്കും ദൈവം നമ്മളെന്ത് ചെയ്ത് കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. നാം ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മുടെ കാര്യം നടന്നു, അതല്ല നാം എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് നാം മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരും, ഒരു രക്ഷയ്ക്ക് കാരണമായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പം അല്ലേ നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു കാര്യം സാധിച്ചു, അതല്ല നമ്മളെന്ത് ചെയ്യണം, നമ്മൾ എന്താണോ നമ്മുടെ ഉദ്ദേശം, ആ വ്യക്തിയുടെ രക്ഷയാണോ, ആ വ്യക്തിയുടെ വിടുതലാണോ, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയെത്തിയെന്ന. അതുപോലെ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൃദയ പരമാർത്ഥതയോടുകൂടി, അതേ ഹൃദയ വാഞ്ചിയോട് നമ്മുടെ യാചന നാം ദൈവത്തോട് യാചിക്കണം. ഇപ്പം റോമർ 10:1 നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഹൃദയ വാഞ്ചിയോട് നമ്മളെ യാചിക്കുന്നത് നമ്മൾ അതുപോലെ യാചിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ യാചനയ്ക്ക് മറുപടി തരുവാനായിട്ട് ഇടയായി തീരും. അതുപോലെ എഹെസ്കേൽ 33:2-3 അവിടെ കുറച്ച് വാക്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. നാം ഇടിവിൽ നിന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ദൈവം നമുക്ക് എന്ത് ചെയ്തു വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി തീരും.
ഇവിടെയും കാവൽക്കാരനാക്കി ആക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം മുതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്നവനെ ഛേദിച്ചു കളയുന്നു. എങ്കിലും അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ചു കളയുന്നെങ്കിൽ ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി, എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്റെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനൊക്കെ വെച്ചിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ചെയ്ത് കാവൽക്കാരനൊക്കെ നമ്മളൊരു കാവൽക്കാരന്റെ സ്ഥാനത്ത് നമ്മൾ ആക്കി വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവേണ്ടി നമ്മൾ ഏത് ഇതിനു വേണ്ടിയാണ് നമ്മൾ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഇതിനെക്കുറിച്ച് ദൈവം നമുക്ക് തീർച്ചയായും വെളിപ്പെടുത്തി തരുവേണ്ടത്. അപ്പം ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ദൈവശബ്ദം ദൈവം വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങൾ പറയാനൊരു മടിയായിരിക്കും. പക്ഷെ നമ്മളതൊരിക്കലും, കാരണം എന്നെ 1-2 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് പറയണം. ആ വ്യക്തിയോട് നാം വിളിച്ചിട്ട് ചെയ്യണം, നമ്മളൊന്ന് പറയണം. ചിലപ്പോൾ അവർ നല്ല രീതിയിലായിരിക്കും എടുക്കുന്നത്, ചിലപ്പം വേറെ രീതിയിലായിരിക്കും. പക്ഷെ എന്നാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മുടെ വീട്ടിലായിട്ട് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഭാര്യയോട് ഭർത്താവിന് പറയണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് പറയാം. പക്ഷെ നമ്മളത് പറയണം. പക്ഷെ പറയാതിരുന്നാൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറയണ ഒരു കാവൽക്കാരനെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ കാവൽക്കാരൻ എന്ത് ചെയ്യും? ദൈവം പറയുന്ന കാര്യം ആ കാണാതെ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. പറഞ്ഞിട്ടും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് അതിനെ വലിയ അവിടെ പറയണ നമ്മൾ ചോദിക്കില്ല. പക്ഷെ നമ്മൾ പറയാതിരുന്നാൽ തീർച്ചയായും എന്ത് ചെയ്യും? നമ്മോട് ചോദിക്കും. ഇവിടെ പറയണം. അതാണ് ഇവിടെ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം. അപ്പം ഇവിടെ പറയണം, അത് മനുഷ്യപുത്ര, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനൊക്കെ വെച്ച് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്ത് ദൈവം കാവൽക്കാരനൊക്കെ വെച്ച്. അപ്പം ദൈവം തരുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും എന്ത് ചെയ്യണം? നാം അത് നിറപടിയായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്വയം കൊണ്ടോ നമ്മുടെ സ്വയശക്തി കൊണ്ടോ ഒന്നും നമുക്കത് കഴിയില്ല. പക്ഷെ നമ്മൾ ആ ദൈവത്തിൽ പ്രത്യാശ, ദൈവത്തിൽ നമ്മൾ ആ അടിയുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ മുന്നേറുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ ഒന്നും നമ്മൾ നിസ്സാരമായിട്ട് കളയാതെ നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ നിറപടിയായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട്, അതായത് നമ്മൾ ആ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ കണ്ടെത്തേണം, നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ ഇവിടെ അതുപോലെ യെശയ്യാവ് 58:1 പറയണം, ഉറക്കി വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ജനത്തിന് ഒരു ലംഘനത്തെ യാക്കോബിന് അതിൻ്റെ പാപങ്ങളെയും അറിയിക്കുക. അപ്പം നമ്മോട് ദൈവം എന്താണ് കൽപ്പിക്കുന്നത്? ദൈവം നമുക്ക് എന്താണ് തരുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? അതിലൊന്നുപോലെ ദൈവജനത്തെ ഒന്നോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പറയേണ്ടതാണ്. ആ പറയുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ, അതായത് വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? അതൊരു വിടുതലിന്, ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുക. അപ്പം നമ്മളെ ആക്കി, അതായത് നാം ഓരോരുത്തരും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇതിൽ ചില വാക്യങ്ങൾ ദൈവം എനിക്ക് തന്ന സമയത്ത് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞ ഓലോല കണ്ടിട്ട് അത് എനിക്ക് തോന്നി എൻ്റെ ഒരു അറിവ് വന്ന സമയത്തിൽ, അതായത് ഞാൻ പഠിച്ചുകൊണ്ട് ഒരു 7-8 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം തന്നൊരു ദർശനമാണ്. അതായത് ദൈവം എന്നോട് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ആ വാക്യ സമയത്ത് എവിടെയാണെന്നൊന്നും എനിക്ക് കൃത്യതയില്ലായിരുന്നു. എന്നാലും ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഭാര്യയോട് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ സമയത്ത് പറഞ്ഞു തരാനായിരുന്നു. കാരണം ആ സമയത്ത് ദൈവം എനിക്ക് ഒരു വെളിപ്പാട്, ഒരു വാക്യമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ട്, അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കാണ്ടിരുന്നു, ആ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ട് ഉത്തരം ഞാനത് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും ആ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഭാരം, എൻ്റെ മനസ്സിനൊരു ഭയങ്കര ഭാരം എനിക്ക് ഫീൽ ചെയ്യാനായിട്ട്. കാരണം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു ഉത്തരവാദിത്വം, അതായത് ആ ഇതിൻ്റെ ഒരു തീവ്രത ഒരിക്കലും മനസ്സിലാക്കാതെ നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത കൊടുക്കുന്നത്, ഓക്കെ ഒരു കാര്യം സഹായിച്ചു, അല്ലെങ്കിൽ മറ്റു കാര്യം സഹായിച്ചു, അവർക്കത് നമ്മൾ പ്രാർത്ഥിച്ചു, ഓക്കെ അവർക്കത് സഹായിച്ചു, അവർക്ക് വീട് ലഭിച്ചു. പക്ഷെ അതല്ല, പക്ഷെ അവരുടെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ പ്രശംസ, ക്രിസ്തു എന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ പ്രശംസ എന്താണ്, ആ ഒരു കാര്യം നിറപടിയാകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി തീരണം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്ത് ദൈവം ഏൽപ്പിച്ചിൻ്റെ കാര്യങ്ങൾ അനേകരുടെ രക്ഷയ്ക്ക് അതൊരു കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിലുള്ളതാണ്, നമ്മുടെ അനുഭവങ്ങളാണെങ്കിലും ദൈവവചനത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അത് അവരുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് ഒരു വിടുതലിനെ കാണാമായി തീരും. ഈ ദിവസങ്ങളിൽ നമ്മെ ഓരോരുത്തരും ദൈവം അതിനെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ദിവസം.